നമ്മുടെ ഷിംല ട്രിപ്പിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇത്. അപ്പോൾ നമ്മൾ കൽക്കയിൽ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹി വരെ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. ഈ കിടക്കുന്ന നേതാജി എക്സ്പ്രസ് അഥവാ കൽക്ക മെയിൽ എന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ ഡൽഹിക്ക് പോകുന്നത്. ഇവിടെ കൽക്ക സ്റ്റേഷനിൽ ബ്രോഡ് ഗേജിന് താണ്ടി ഇവിടെ എന്താണ് കേട്ടോ, ഇവിടെ 2 ബഫേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ബഫർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഹൈഡ്രോളിക് ബഫേഴ്സ് റാൻസം ആൻഡ് റാപ്പിയർ. അതിൻ്റെ താഴെ 1927 ആണെന്ന് തോന്നുന്നു. 1927 ഇംഗ്ലണ്ട്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയെ പറ്റി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യാസ് ഓൾഡസ്റ്റ് റണ്ണിങ് ട്രെയിനാണ്. 1855 തുടങ്ങിയ വണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ട കൽക്ക മെയിൽ അഥവാ നേതാജി എക്സ്പ്രസ്. ഈ വണ്ടി കൽക്കയിൽ നിന്ന് ഹാവടയ്ക്ക് പോകുന്ന ഈ വണ്ടിയുടെ പേരാണ് കൽക്ക മെയിൽ അഥവാ നേതാജി എക്സ്പ്രസ്. ഈ വണ്ടി 1855 ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേ മെയിൽ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ തുടങ്ങിയ വണ്ടിയാണ്. അതാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഈ വണ്ടിയെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഞാനിപ്പോൾ പറയാം. ഈ വണ്ടി ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. അതുകൊണ്ടായിരിക്കും ഹൗറ കൽക്ക നേതാജി എക്സ്പ്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദര സൂചകമായിട്ട് കൊടുത്ത പേരാണ്. പക്ഷെ ഇതിനെ ലോക്കലി പറയുന്നത് കൽക്ക മെയിൽ എന്നാണ്. നമ്മൾ ഈ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് ഹൗറയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് ഇഷ്ടം പോലെ സ്റ്റോപ്പുള്ള വണ്ടിയാണ്. ഈ കോച്ചിലൊക്കെ പടുതി കണ്ടിട്ടുണ്ട്. ഇതേ ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയല്ലേ, ഇതിനപ്പുറം വന്നില്ലല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി ഹൗറയിൽ യാത്ര ആരംഭിച്ച് ചണ്ഡീഗഡ് എത്തിയിട്ട് ഈ വണ്ടിയുടെ കുറച്ച് ഭാഗം മുറിച്ചെന്ന് വെച്ചാൽ ഡിറ്റാച്ച് ചെയ്തിട്ട് ചണ്ഡീഗഡിലിടും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഭാഗമാണ് കൽക്കയിലേക്ക് വരുന്നത്. അതിന്റെ കാരണം എന്താ ഞാൻ പറയാം. അതിന്റെ കാരണം ഇവിടെ പ്ലാറ്റ്ഫോമിൽ ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കിടക്കുന്ന ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി എപ്പോഴും കിടക്കുന്നത്. 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ശതാബ്ദി എപ്പോഴും കിടക്കും. അതിപ്പോൾ രാത്രി വരും ശതാബ്ദി. അപ്പോൾ ഈ ശതാബ്ദിക്ക് വേണ്ടി അലോട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് 3. 2 ഈ സാധനം വരും. അപ്പോൾ ഈ വണ്ടിക്ക് നീളം കൂടുതലായതുകൊണ്ട് അവർ കുറച്ച് ഭാഗം ചണ്ഡീഗഡ് ഇടും. എന്നിട്ട് ചണ്ഡീഗഡിൽ നിന്ന് ഉള്ള ബുക്കിംഗ് ആയിരിക്കും അതിൽ വരുന്നത്. കൽക്കയിൽ നിന്നുള്ള ബുക്കിംഗ് ആ ഒരു കോച്ചുകളിൽ വരത്തില്ല. അപ്പോൾ ഈ കൽക്കയിൽ നിന്നുള്ള ബുക്കിംഗ് എല്ലാം താണ്ടി ഈ ഒരു ഇത്ര സെറ്റ് ഓഫ് കോച്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ സ്ലീപ്പർ ഉണ്ട്, ഒരു 2-3 AC കമ്പാർട്ട്മെന്റ് ഉണ്ട്. ബാക്കി കമ്പാർട്ട്മെന്റ് എല്ലാം ചണ്ഡീഗഡിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഈ പകുതി അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് രാത്രി ഇത് 11:55 ഇവിടുന്ന് കൽക്കയിൽ നിന്ന് പുറപ്പെടും. എന്നിട്ട് ചണ്ഡീഗഡ് എത്തിയിട്ട് ബാക്കി ഭാഗം കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ട് അങ്ങനെയാണ് ഇത് നേരെ ഡൽഹി വഴി ഹൗറയ്ക്ക് പോകുന്നത്. ഭയങ്കര രസമല്ലേ. ഇത് നേരത്തെ കൽക്കട്ടൻ ഡൽഹി വരെ ഓടിക്കൊണ്ടിരുന്നത്, പിന്നെ അവിടെ നിന്ന് കൽക്കയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താണ് കേട്ടോ. ഇത് വണ്ടി കണ്ടിട്ട് ഭയങ്കരമായിട്ട് പുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം ഈസ്റ്റേൺ റെയിൽവേ ബംഗാളിലെ വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ രാത്രിയിൽ ഇവിടെ നിന്ന് കൽക്കയിൽ നിന്ന് ഡൽഹിക്ക് പോകാനുള്ളൊരു ഏക മാർഗ്ഗമാണ് ഈ വണ്ടി. കാരണം ഈ രാത്രിയിൽ വരുന്ന ട്രെയിൻസിൽ രാത്രി ഷിംലയിൽ വരുന്ന വണ്ടിക്ക് എല്ലാം വരുന്ന ആൾക്കാർ ഈ വണ്ടിക്ക് നേരെ ഡൽഹിക്ക് പോകും. അങ്ങനെ ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിക്ക് ഒരു 24-25 കോച്ചുകളുണ്ട്. ഞാൻ പറഞ്ഞത് വലിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി കോച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി പകുതി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ലെങ്ത് ഇല്ല ഈ പ്ലാറ്റ്ഫോമിന്. അതവർ കൂട്ടാനുള്ള പരിപാടി എനിക്കൊന്നും അങ്ങോട്ട് സ്ഥലം കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ A1, B1 പാൻട്രി കാർ, പിന്നെ S5 മുതൽ S1 വരെ, പിന്നെ ഒരു D2, ഇത്രയും കോച്ചുകളാണ് ചണ്ഡീഗഡിൽ ഊരുന്നത്. ബാക്കി കോച്ചുകളാണ് ഇവിടെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഇതെല്ലാം. വേറൊരു കാര്യം അറിയാമോ ഗൈസ്, ഈ വണ്ടിക്കാണ് ആദ്യമായിട്ട് ഉത്കൃഷ്ട പെയിന്റ് അടിച്ചത്. ആ ഒരു തൊരിഞ്ഞ പെയിന്റ് അടിച്ച ആദ്യത്തെ വണ്ടിയാണ് ഈ കിടക്കുന്ന കൽക്ക മെയിൽ. വേറെ രസമൊക്കെയാണ്. ഈ വണ്ടി ഇവിടെ രാവിലെ ഈ 2ാം പ്ലാറ്റ്ഫോമിൽ വരും. എന്നിട്ട് ഇവർ വേറെ വണ്ടി വരുന്നതുകൊണ്ട് മാറ്റിയിടുമല്ലോ. അപ്പം മാറ്റിയിടുന്നുണ്ട് അവിടെ ഒരു ലൈനുണ്ട്. അവിടെയും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ ഈ വണ്ടിയുടെ ബാക്കി പകുതി പിന്നെയും മുറിച്ചിട്ട് അവിടെ കൊണ്ടിടും. അപ്പോൾ ഒരു ലൈനിൽ കൊണ്ടിടും. എന്നിട്ട് ബാക്കി പകുതി മുറിച്ചിട്ട് വേറെ ലൈനിൽ കൊണ്ടിടും. അങ്ങനെ അവിടെ പരിപാടി. ഞാൻ ഇപ്പോൾ നേരത്തെ കണ്ടാണ്. അതിൻ്റെ സ്ലീപ്പർ വരെ നേരത്തെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊണ്ട് AC കൊണ്ട് പിടിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കളികളൊക്കെ. നമ്മുടെ നേതാജി എക്സ്പ്രസിൻ്റെ ലോക്കോ ഹൗഡ ഷെറ്റിൻ്റെ ഒരു WAP7 ആണ്. 39113 എന്നാണ് നമ്പർ. ഇപ്പം ഞാൻ ഡൽഹിക്ക് പോകുന്ന ഇതിൻ്റെ AC 2 ടയറിനാണ്. A2 ആണ് നമ്മുടെ കോച്ച് ഇതാണ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഇന്ത്യൻ ആണ്. ഹൗറ ഡിവിഷൻ്റെ വണ്ടിയാണ്. അപ്പം എൻ്റെ ഒരു അപ്പർ ബർത്താണ് ഗൈസ്. കിടക്കുകയാണ്. നാളെ രാവിലെ ഡൽഹി എത്തിയിട്ട് കാണാം. അപ്പർ ബർത്തിലാണ്. സമയം രാവിലെ 5:50. നമ്മൾ ദില്ലി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്യ തണുപ്പാട്ടോ, തണുത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. അപ്പം നമ്മൾ കറക്റ്റ് ടൈമാണ്. ഓൾഡ് ഡൽഹിയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷനിലെത്തി.
ഈ വണ്ടിക്ക് ഡൽഹി കുറേ സ്റ്റോപ്പുണ്ട്. ഡൽഹി ഔട്ടറിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻ ഉണ്ട്. അവിടെ എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ഈ വണ്ടീന് ഹൗറയ്ക്ക് പോകുന്നത് മറ്റേ കാൺപൂർ, ഗയ, പിന്നെ മുഗൾസരായ് ആ വഴിയാണ് പോണത്. നമ്മൾ ഓൾഡ് ഡൽഹി ന്യൂഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ IRCTC എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ന്യൂഡൽഹി സ്റ്റേഷനിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ 2 ലോഞ്ചുണ്ട്. 16ാമത്തെ പ്ലാറ്റ്ഫോമിലും 1ലും ഉണ്ട്. അപ്പോൾ നമ്മൾ 1ലത്തെ അവിടെയാണ് പോകുന്നത്. ഇവിടെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീ ലോഞ്ച് ആക്സസ് വിത്ത് സെലക്ടഡ് ബാങ്ക് ആൻഡ് കാർഡ്സ്, എൻട്രി സ്റ്റാർട്ട്സ് അറ്റ് ജസ്റ്റ് 170 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച്, ഫുഡ്, ബെഡ്, ഷവർ, കംഫർട്ടബിൾ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ കാണുന്നതാണ് ലോഞ്ച്. ഇതാണ് ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതുമല്ല പിന്നെ ഇവിടെ വന്ന് എടുക്കാം. ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ എൻ്റെ കാർഡ് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് വെച്ചിട്ട് ഇവിടെ പറ്റത്തില്ല. ഇവിടെ HDFC അങ്ങനത്തെ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഷവറും എല്ലാം കൂടെ 630 രൂപയായി. അപ്പോൾ ഷവറിന് വേണ്ടി അവർ ഒരു ടവൽ വന്നിട്ടുണ്ട്. ടവലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഇതുണ്ട്, ഷാമ്പു, ബോഡി ലോഷൻ, എല്ലാ സംഭവം ഉണ്ടോ. അടിപൊളി ടവലാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുളിക്കാൻ പറ്റും ഇവിടെ. പിന്നെ കിടക്കണമെങ്കിൽ കിടക്കാം, അതിന് വേറെ പൈസ കൊടുക്കണം. ഇപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിനും കുളിക്കാനുള്ള പൈസയാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഷവർ റൂമിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 3-4 ഷവറുണ്ട്. അതിനകത്ത് ആൾക്കാരൊക്കെ ഫുള്ളാണ് കേട്ടോ. ഇവിടെയാണ് ഷവർ റൂം കണ്ടോ. കിടക്കാനുള്ള സൗകര്യമാണെന്ന് പറഞ്ഞില്ല, അത് കണ്ടിട്ടുണ്ട്. റെസ്റ്റിംഗ് സ്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2-3 ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കിടക്കണമെങ്കിൽ കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. കോൺഫ്ലേക്സ് സംഭവം. ഞാൻ കുറച്ച് റവ കിച്ചടി എടുത്തു. റവ കിച്ചടി, ഇഡ്ഡലി, ഉത്തപ്പം, ബേസൻ ചില്ലാന്നൊരു സാധനമുണ്ട്, ബോയിൽഡ്. ഇത്രയും സംഭവങ്ങളാണുള്ളത്. ഞാൻ ഇഡ്ഡലി എടുത്തില്ല, റവ കിച്ചടിയാണ് എടുത്തത്. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ, നല്ല രുചിയൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കത്തിയാണ് കേട്ടോ. പൈസയ്ക്കുള്ള ഒന്നും അവിടെ ഇല്ല, ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ ലോഞ്ചിൽ ഇറങ്ങി അത്ര ഹൈപ്പെന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ പല വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര ഇതാ സംഭവം വിചാരിച്ചു. പക്ഷെ അത്ര പോരാ, ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക് വിസ്താരയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വിസ്താര 3:50 വിസ്താരമാണ് കൊച്ചിക്കുള്ളത്. അപ്പോൾ നമുക്കിനി പയ്യെ അങ്ങോട്ടേക്ക് പോകാം. ഈ ലോഞ്ചിലിരിക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു നമ്മളെന്തോ ഓസിന് വന്ന് അവിടെ കയറുന്നവരാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെ വന്ന് അത് യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് വേണേ യൂസ് ചെയ്യും എന്നുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ്. അതൊക്കെ ഏത് കാലത്ത് മാറും. IRCTC ഈ പരിപാടിയൊക്കെ നമ്മൾ ഇത്രയും കാശ് മുടക്കിയല്ല അവിടെ പോയി യൂസ് ചെയ്യണം. എന്നിട്ടും ഒരു പരിഗണനയെങ്കിലും തരുന്നു, അതുപോലും ഇല്ല. അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് എയർപോർട്ട് മെട്രോ പിടിക്കാൻ പോവാണ്. അപ്പോഴേക്കും താണ്ട് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ന്യൂഡൽഹി ദിബ്രുഗഡ് രാജധാനി എക്സ്പ്രസ് കണ്ടോ. ഇതാണ് ദിബ്രുഗഡിലേക്ക് പോകുന്ന രാജധാനി. ആസാമിൽ ദിബ്രുഗഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. കോച്ചൊക്കെ പരശോകം കേട്ടോ. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ചർ സോണിന്റെ രാജധാനിയാണിത്. ഇവിടെ ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നേ അതുകൊണ്ട് ഈ ഒരു പാലം കണ്ടോ. അപ്പോൾ ഈ പാലത്തിൽ കൂടെ കയറി നേരെ ഇറങ്ങുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. അത് ഭയങ്കര കണക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ പാലത്തിൽ കൂടെ കയറി മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. എയർപോർട്ട് മെട്രോ തുടങ്ങുന്നത് ഇവിടെ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 40 മിനിറ്റ് എടുക്കും നമുക്ക് എയർപോർട്ടിലെ ടെർമിനൽ 3ലേക്ക് പോകാൻ വേണ്ടി. ഇത് ഭയങ്കര കൺവീനിയൻ്റ് കേട്ടോ. ഇത് നമ്മൾ നേരെ ഒന്നും അറിയണ്ട, ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി നേരെയൊക്കെ നടന്നാൽ മാത്രം മതി. ഡൽഹി മെട്രോ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൻ്റെ ടൈമിംഗ് ഉണ്ടോ. രാവിലെ ആദ്യത്തെ വണ്ടി യശോഭൂമി ദ്വാരക സെക്ടർ 25 അവിടം വരെയാണ്. ഫസ്റ്റ് ട്രെയിൻ 5 മണിക്കും ലാസ്റ്റ് ട്രെയിൻ രാത്രി 10:40. ടിക്കറ്റ് എടുക്കാൻ പല മാർഗങ്ങളുണ്ട്. വെൻഡിങ് മെഷീനുണ്ട്, പിന്നെ ഇവിടെ QR കോഡ് ഉണ്ട്, പിന്നെ ആപ്പ് ഉണ്ട്. ഞാൻ ആപ്പിൽ കൂടെ ടിക്കറ്റ് എടുത്തത്. DMRCയുടെ ആപ്പ് ഉണ്ട്, അതിൽ കൂടെ ടിക്കറ്റ് എടുക്കാം. ഈ മെട്രോ ബാക്കി മെട്രോക്കാട്ടും കുറച്ച് പൈസകളാണ്. 60 രൂപയാണ്. 5 സ്റ്റേഷൻ എന്തേ ഉള്ളൂ. നമ്മൾ 40 മിനിറ്റ് കൊണ്ട് എത്തും. നമ്മൾ ഈ വണ്ടിയിൽ കയറി. ഈ വണ്ടിയിൽ സീറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാഗ് വയ്ക്കാൻ സ്ഥലമുണ്ട്. ഇവിടെയാണ് സീറ്റ് വരുന്നത്. ഇത് നല്ല പവറുള്ള മെട്രോ ആണ്, നല്ല സ്പീഡിൽ പോകും. അപ്പം നല്ല പെട്ടെന്ന് എത്തും ഈ സാധനം. അണ്ടർഗ്രൗണ്ട് ആണ് മോസ്റ്റ്ലി എല്ലാം, കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ മുകളിൽ കൂടെ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ പുറത്തൊന്നും കാണത്തില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തേക്കൊന്നും മര്യാദക്കൊന്നും പുറത്ത് കാണത്തില്ല. ഇതിങ്ങനെ ഓരോ അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, മിണ്ടായിരിക്കത്തൊന്നുമില്ല ഈ സാധനം. ഇവിടെ ഡൽഹി എയറോ സിറ്റിയിലാണ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ടെർമിനൽ 1ലേക്കൊക്കെ ആൾക്കാർക്കൊക്കെ ഇവിടെ ഇറങ്ങാം. ടെർമിനൽ 3 എയർപോർട്ട് മെട്രോയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഞാൻ T3 വന്ന് ഇറങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് നേരെ വന്ന് ഇറങ്ങുന്നത് നേരെ ആ പാലം കയറി നേരെ എയർപോർട്ടിൽ ചെല്ലാം. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3
കെട്ടിടമാണ് കാണുന്നത്. ഞാൻ മൊബൈലിൽ ഡിജി യാത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിജി യാത്രയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ സുഹിത്തായിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിജി യാത്ര ഉപയോഗിച്ചാണ് പോകുന്നത്. നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാത്തും നല്ല തിരക്കാണ്. നമ്മൾ അങ്ങനെ ഈ ട്രാവലേറ്ററിൽ കയറി നമ്മൾ മുകളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടോ, എൻട്രി ഫോർ ഡിജി യാത്ര പാസഞ്ചേഴ്സ് ഡൊമസ്റ്റിക് ഓൺലി. നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ ഈ ബാഗ് കൊടുക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. വിസ്താരയുടെ ബാഗ് കൊടുക്കാനുള്ള ക്യൂ കണ്ടോ ഗൈസ്, എന്തോരോട്ടം നോക്ക്. ഷോ ഇപ്പോഴെങ്ങാനും കഴിയുമോ? ബാഗ് കൊടുത്തു ഗൈസ്. ഇനി ഡിജി യാത്ര വഴി നമുക്ക് സെക്യൂരിറ്റി ചെക്ക് കയറാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വെറും 5 മിനിറ്റ് എടുത്തുള്ളൂ. വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ നമുക്കിനി ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് നമുക്ക് ലോഞ്ചിലൊക്കെ പോയി ഫുഡ് അടിക്കാം. UK 885 ആണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ നമ്പർ. അത് വരുന്നത് 45ാമത്തെ ഗേറ്റിലാണ് കൊടുത്തേക്കണത്. ഇവിടെ ഇവർ ലോഞ്ച് ചെക്ക് നമ്മൾ കൗണ്ടർ ചെയ്യാതെ തന്നെ QR കോഡ് വെച്ച് ചെയ്യാം. അപ്പോൾ അത് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് സ്കാൻ ചെയ്താൽ നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും. എൻ്റെ കാർഡിന് ക്വാർട്ടർലി 3 ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ 2 ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് കാർഡിന് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ ബാങ്കൊന്നും എടുക്കത്തില്ല. ആക്സിസ് ബാങ്കിൻ്റെ ഒക്കെ കാർഡ് എടുക്കും. നമുക്ക് 2 മണിക്കൂർ ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തുള്ളേ. അവർ നമ്മൾ ആ ഒരു കോഡ് കാണിച്ചു കഴിയുമ്പോഴേക്കും അവർ സമയം എഴുതി തരും. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങിപ്പോകണം. 2 മണിക്കൂറാണ് എൻ്റെ ഇവിടെ ഇരിക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. നമ്മുടെ വിസ്താര ആയതുകൊണ്ട് മിക്കവാറും ഓൺ ടൈം വിടുമായിരിക്കും. ബോർഡിങ് കൊടുത്തിരിക്കുന്നത് ബോർഡിംഗ് പാസിൽ 3 മണി 5 മിനിറ്റാണ്. ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ കാര്യം ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഞാൻ ഒരു 1 മന്ത് മുമ്പാണ് ബുക്ക് ചെയ്തത്. ഇങ്ങോട്ട് വരാൻ ഒന്നിനും ടിക്കറ്റ് ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ കേരളയ്ക്ക് വരാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ആ പ്ലാൻ മാറ്റി ഷിംലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പിന്നെ സെറ്റ് ചെയ്തത്. ടിക്കറ്റ് കിട്ടിയില്ല. വിസ്താരയ്ക്ക് നോക്കിയപ്പോൾ 7500 രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. നമ്മൾ രാജാരി ഫസ്റ്റ് AC പറഞ്ഞെങ്കിലും ഏകദേശം ആ പൈസയാവും. ഇതാകുമ്പോൾ 3 മണിക്കൂറും കൊണ്ട് എത്തും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇനിയും യാത്രയുണ്ട്. നമ്മുടെ മംഗളയിലൊക്കെ യാത്ര ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ വരും. നമ്മുടെ 3:50 ഫ്ലൈറ്റ് ഇപ്പോഴും 45ാമത്തെ ഗേറ്റിൽ തന്നെയാണ്. 10 മിനിറ്റ് തന്നെ ഇവിടെ നടക്കാം കേട്ടോ. നമ്മൾ ഈ പോകുന്ന സാധനത്തിൻ്റെ പേര് ശരിക്കും ട്രാവലേറ്റർ എന്നാണ്. ഈ ട്രാവലേറ്ററെ കൂടെ നടന്ന് നമ്മൾ വേഗം എത്തുക അറിയാം. കാരണം ഇതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ മൂവ്മെൻറ്റിനുള്ള കാരണം നല്ല വേഗത്തിലെത്തി സാധനം. ഇതിങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഓടേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടെ നടന്നാൽ വേഗം എത്തിക്കോളും. ഇതുകൊണ്ട് ഇവിടെ റുപ്പയുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻകാമിൻ്റെ തന്നെയാണ് റുപ്പയുടെ ഒരു ലോഞ്ച്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് അവർ. പക്ഷേ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. 3 എഞ്ചിനാണ് നമ്മുടെ ബോർഡിങ് തുടങ്ങുന്നത്. VT-TNZ എന്ന് രജിസ്ട്രേഷൻ ഉള്ളൊരു വിമാനമാണ് എയർബസ് A320. ഈ VT-TNZ എന്ന് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ആ ഗൂഗിൾ ചെയ്യും planespotters.net എന്ന സൈറ്റ് വരും. അതിനകത്ത് കയറിയാൽ ആ എയർക്രാഫ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ അത് ഏത് എയർക്രാഫ്റ്റ് ആണ്, ഏത് എയർലൈൻ്റെ ആണ്, ആദ്യം ഏത് എയർലൈനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഏത് കൺട്രിയിലാണ് ഉണ്ടാക്കിയത്, എത്ര വർഷം പഴക്കമുണ്ട് എന്നെല്ലാം അറിയാൻ പറ്റും. 3.5 വർഷം പഴക്കമുള്ളൊരു എയർബസ് A320 നിയോ വിമാനത്തിലാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊച്ചി പോകാൻ പോകുന്നത്. എൻജിൻ വരെ കാണിക്കും കേട്ടോ. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ CFM ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനിയുടെ 2 എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കാണിക്കുക ആ ഒരു സൈറ്റിൽ. ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. planespotters.net. വിമാനത്തിൽ കയറാൻ ഗൈസ്, ബോർഡിങ് തുടങ്ങി. ടെർമിനൽ 3 കൂടെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും വിസ്താരയും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇന്ത്യ ഒക്കെ അപ്പുറത്താണ്. T2 T1 ആ ഭാഗത്തോടെയാണ്. എൻ്റെ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലാട്ടോ. 1F ആണ് എൻ്റെ സീറ്റ്. ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ഇരുന്നിരിക്കുകയാണ്. 1F. എനിക്കിവിടെ 2 വിൻഡോ ഉണ്ട്. ഒരു വിൻഡോ ഇവിടെ ഉണ്ട്, ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. 2 വിൻഡോയിൽ കൂടെ എനിക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലെടുത്താണ് പ്രത്യേകത. ലാസ്റ്റ് കയറിയാലും മതി, ആദ്യം ഇറങ്ങുകയും ചെയ്യാം. താരയുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. റാങ്ക്ഡ് 20th ബെസ്റ്റ് ഇൻ ഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇത് എയർപ്ലെയിൻ മോഡ് ഇട്ടിട്ട് വൈഫൈ കണക്ട് ചെയ്താൽ ഇതൊക്കെ പാട്ടും മൂവീസും ഒക്കെ കേൾക്കാൻ തോന്നുന്നു എനിക്ക്. മൻവീർ സിംഗ് എന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ജെറ്റ്, അതായത് ക്യാപ്റ്റൻ്റെ പേര്. നമ്മുടെ വിമാനത്തിന് ബിസിനസ് ക്ലാസ്സും പ്രീമിയം എക്കണോമി ഒന്നുമില്ല കേട്ടോ. നേരെ ഫുൾ എക്കണോമിയാണ്. ചില വിമാനങ്ങളിൽ ബിസിനസ് ക്ലാസ് ഉണ്ടാവും. Vistara also does not permit the consumption of any chewing tobacco on board. ഡൽഹി വന്നിറങ്ങുന്നുണ്ട്. ഇത് മെൽബോണിൽ വരുന്ന ഫ്ലൈറ്റാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഡൽഹി വരെ വരുന്ന ക്വാണ്ടസിൻ്റെ ഒരു എയർബസ് A330 വിമാനമാണ് കേട്ടോ.
പിന്നെ നമുക്ക് സ്പൂണുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി എന്താ നമുക്ക് തുറന്ന് നോക്കാം എന്താണെന്ന്. പിന്നെ എന്തോ ടീ ബാഗ് എന്തുവാന്ന് തോന്നുന്നു. ടീ ബാഗാണ്, ടീ ബാഗ് തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ആവാന എന്നൊരു പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഞാൻ നോൺ വെജാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ വന്നിരിക്കുന്നത് ഇതെന്തോ ചപ്പാത്തി പോലത്തെ എന്തോ സാധനമാണ്. ചിക്കൻ കറിയാന്ന് തോന്നുന്നു കേട്ടോ. ചിക്കൻ കറിയും ചപ്പാത്തിയും എന്തെങ്കിലും കൊള്ളാം. ചപ്പാത്തി അല്ല, പറാട്ട കേട്ടോ. പറാട്ടയാണ്. എന്തെങ്കിലും ആട്ടോ, പറാട്ടയും പിന്നെ ചിക്കൻ കറിയാണ്. കൊള്ളാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല പറാട്ടയാണ്. നമുക്കിനി ഇത് കഴിച്ച് നോക്കിയിട്ട് അങ്ങനെയുള്ളത് പറയാം. ഭക്ഷണം കൊള്ളാം കേട്ടോ, നല്ല രുചിയുണ്ട്. പിന്നെ അതിൻ്റെ ഡെസേർട്ടായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടല്ലോ, അതും എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, അതും കൊള്ളാം. ഫുഡ് നല്ലതാണ് കേട്ടോ. കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചായ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ അവർ കട്ടൻ ചായ കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കൂടെ ക്രീമർ ആൻഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ അതും നിന്നിട്ടുണ്ട്. പാൽപ്പൊടിയും പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ അമൂലിലൊരു പാൽപ്പൊടിയുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഷുഗറുണ്ട്. ഇത് കലക്കി കുടിച്ചാൽ നമുക്ക് ചായ ഉണ്ടാക്കാം. ലാൻഡ് ചെയ്യാൻ പോയിട്ടോ, ഒന്നും കാണുന്നില്ല. ഭയങ്കര മോശം ഇതാണെന്ന് തോന്നുന്നു, വെതറാണെന്ന് തോന്നുന്നു. കാരണം വിസിബിലിറ്റി ഒട്ടുമില്ല. ഈ പൈലറ്റിനൊക്കെ എങ്ങനെ കാണുന്നല്ലേ. ഒരുമാതിരി എടുത്തടിച്ചങ്ങനത്തെ ലാൻഡിങ് ആയിരുന്നു കേട്ടോ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് വന്ന് ഇനി നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ബാഗ് വരാണ്ട് ബാഗ് കൂടെ എടുക്കണേ. ഞാൻ ആദ്യം കൊണ്ടിട്ടുണ്ട്, എൻ്റെ ബാഗ് അവസാനമാണ് വന്നത്. ലാസ്റ്റ് ബാഗ് എഴുതി കാണിച്ചപ്പോഴാണ് എൻ്റെ ബാഗ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ മെട്രോയുടെ ഫീഡർ ബസ് കയറി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ മെട്രോയുടെ ഫീഡർ ബസ് ഉണ്ട്, നേരെ പോയാൽ ഓരോ അരമണിക്കൂർ ഗ്യാപ്പിൽ എന്തോ ഉണ്ട്. അപ്പോൾ പോയി നോക്കാം. മെട്രോയുടെ ഫീഡർ ബസ്സിൻ്റെ ടൈമിങ്സ് ആണ് കൊടുത്തേക്കണേ. ഇപ്പോഴത്തെ പുതിയ ടൈമിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ. നമ്മുടെ പവൻതൂത് മെട്രോ ഫീഡർ ബസ് വരുന്നുണ്ട് കേട്ടോ. പവൻതൂത് എന്നാണ് ഈ ഒരു മെട്രോ ബസ്സിൻ്റെ പേര്. ബസ് ഫുള്ളുണ്ട്. വണ്ടി വന്ന് നിന്നതും ആൾക്കാർ ഫുള്ള് കയറി. വണ്ടി അപ്പം തന്നെ ഫുള്ളായി. ഇത് അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഉള്ളത്. 60 രൂപയാണ് ഇവിടെ നിന്ന് 6 വരെ. നമ്മൾ ഫീഡർ ബസ് ഇറങ്ങി നമ്മൾ നേരെ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, അതിൽ കയറി പോകാം കേട്ടോ. ഫീഡർ ബസ് ഭയങ്കര സൗകര്യമായിട്ടോ. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഫുള്ള് ആൾക്കാരായിരിക്കും. 60 രൂപയാണ്. നമുക്ക് കൊച്ചി മെട്രോ കാർഡൊക്കെ എടുക്കും. അതുകൊണ്ട് സിമ്പിളായിട്ട് വരാം. നമുക്ക് ഗൂഗിൾ പേ എല്ലാം എടുക്കും കേട്ടോ. നമ്മുടെ ട്രെയിനിൻ്റെ പേര് കേട്ടോ മാഹി എന്നാണ് ഒരു മെട്രോയുടെ പേര്. അപ്പോൾ ഇതിൽ കയറി പാലാരിട്ടം പോകാൻ 10 വരെ നമ്മുടെ മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം 8 ആവാറായി. അപ്പോൾ രാത്രി വരെയുണ്ട്. രാത്രി ആകുമ്പോഴേക്ക് തിരക്കൊക്കെ കുറയും. പിന്നെ പാലാരിവട്ടം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൽക്കയിൽ തുടങ്ങിയ വീഡിയോ ആണ്. കൽക്കയിൽ നിന്ന് ട്രെയിൻ കയറി ഡൽഹി, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ. അപ്പോൾ അടുത്ത യാത്ര നമ്മുടെ കൊല്ലം തിരുപ്പതി പുതിയ വണ്ടി കിടക്കുന്നത്, കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്. അപ്പോൾ അതിൻ്റെ എൻഡ് ടു എൻഡ് ഒരു സ്ലീപ്പർ യാത്രയാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാൻ ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.